ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയും സെൻറ്ററൊക്കെ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാവാനുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ സ്വന്തം പുത്തൂർ, തൃശ്ശൂർ പുത്തൂരാണ്. ഇവിടെയാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് പാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലെ വികസനമൊക്കെ അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. കടകളൊക്കെ അങ്ങോട്ട് ഒതുങ്ങി റോഡൊക്കെ വീതി കൂട്ടാനുള്ള എല്ലാ അവസാന ഘട്ടത്തിലാണ്. എല്ലാവരും കടക്കാരൊക്കെ എല്ലാവരും സഹകരിച്ച് വഴിയൊക്കെ ഒരുക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തൂർ പള്ളി വരുന്നത്. ഇനി ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു പള്ളികളിൽ ഒന്നായി തന്നെ പുത്തൂർ പള്ളി മാറും. അതിലും വളരെ സന്തോഷം. എൻ്റെ നാട് എനിക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനൊരു വികസനം ഇവിടെ വരുന്നതിൽ. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ പുത്തൂർ കുരിശുമൂല എന്ന് പറയുന്നതാണ് ഈ ഒരു സെൻറ്ററിൻ്റെ പേര്. ഇവിടെയാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വരുന്നത്. ഇരു സ്ഥലങ്ങളിലും കടകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ തന്നെ ലൈറ്റൊക്കെ ഇട്ട് വളരെയധികം ഭംഗിയിൽ തന്നെ നമ്മുടെ സൂ നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫീലാണ്. കാരണം മൊത്തത്തിൽ ഹൈമാക്സ് ലൈറ്റൊക്കെ ഓണായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ വരാനും ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ തന്നെ നല്ലൊരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് വരുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂ തുറന്നിട്ടില്ല. 28-ാം തീയതിയാണ് സൂ തുറക്കുക. പക്ഷേ സ്കൂള്, കോളേജ്, സംഘടനകൾ അങ്ങനത്തെ ഒരു ടീമുകൾക്ക് മാത്രമാണ് ഫസ്റ്റ് എൻട്രി ഉണ്ടാവുക പാസ് അടിസ്ഥാനത്തിൽ. അതിന് ശേഷമായിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് കടക്കാൻ സാധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ജിറാഫ്, അനാക്കോണ്ട അങ്ങനെ പല മൃഗങ്ങളെയും ഇങ്ങോട്ട് എത്തിക്കും. ഇതിനോടനുബന്ധിച്ച് തന്നെ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓപ്പൺ ആകും. അപ്പോൾ എന്തായാലും എല്ലാം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ മുന്നിൽ ഫസ്റ്റ് തൊട്ട് തന്നെ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഉമ്മൻചാണ്ടി സാറും അതുപോലെ ഒരുപാട് പേരൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെ. നമ്മുടെ ലോക ഭൂപടത്തിൽ ഇത് അറിയപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെ എൻ്റെ വീടായിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ നാടിൻ്റെ വികസനം അത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ട് സുവോളജിക്കൽ പാർക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുകയാണ്. തൃശ്ശൂർ എന്ന നഗരം ഇനി ഈ പുത്തൂരിലേക്ക് ഒഴുകി വരും. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 8-9 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കേട്ടോ. അല്ലെങ്കിൽ പാലിയേക്കര ടോൾ പ്ലാസയുടെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടനല്ലൂരുള്ള ഹൈലൈറ്റ് മാൾ സന്ദർശിക്കാം. അതുപോലെ തന്നെ പീച്ചി ഡാമിലേക്ക് പോവാം. പിന്നെ കേരള പഴനിയിലേക്ക് പോകുന്നവർക്ക് കേരള പഴനിയിലേക്ക് പോകാം. അതുപോലെ മൃഗശാലയ്ക്ക് വരാം. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓരോരുത്തർക്കും ഒരു ദിവസം ഫുള്ള് കറങ്ങാനുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടാവും. മൃഗശാലയുടെ ഉള്ളിൽ കയറി തന്നെ ഒരുപാട് സമയം പോകും. എത്ര മണിക്കൂറോളം നമുക്ക് നടക്കാണ്ടെന്ന് അറിയാം. വണ്ടികളുണ്ടാവും പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ സമയം പോകുന്നതിന് ഒരു കൈ കണക്കുണ്ടാവില്ല. അപ്പോൾ എന്തായാലും സൂ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ.